നമസ്കാരം. മൂലം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ജൂലൈ മാസത്തിൽ നിശ്ചയിച്ചുറപ്പിച്ച പല കാര്യങ്ങൾക്കും വ്യതിചലനം, കാലതാമസം എന്നിവ വന്നു ചേരുന്നത് വഴി സ്വല്പം ആശങ്ക വർദ്ധിക്കും. എന്നാൽ ഇതെല്ലാം തന്നെ മനസ്സിലാക്കിക്കൊണ്ട് കഴിഞ്ഞ 2 മാസമായിട്ട് ഈ ഒരു സാഹചര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഇരട്ടി സമയം പ്രയത്നിക്കാൻ സ്വയമേവ തീരുമാനിക്കുന്നതും പ്രവർത്തിക്കുന്നതും നന്നായിരിക്കും. ശുഭപരിസമാപ്തിയിൽ എത്തിക്കാൻ സാധിക്കും എന്നൊന്നും പറയാൻ സാധിക്കില്ല. എങ്കിൽ പോലും ഓഗസ്റ്റ്, സെപ്റ്റംബർ എന്നീ മാസകാലങ്ങളിലൊക്കെ ഏറെക്കുറെ തൃപ്തികരമായിട്ടുള്ള രീതിയിൽ പൂർത്തീകരിക്കാൻ സാധിക്കും. ഈ ഒരു ധാരണ മേലധികാരികൾക്കും ഉടമസ്ഥർക്കും രേഖാപരമായി നൽകേണ്ടതാണ് എന്നുകൂടി സൂചിപ്പിക്കുന്നു. പല പ്രകാരത്തിലും ദേഹപരമായിട്ടുള്ള അസ്വാസ്ഥ്യങ്ങൾ വർദ്ധിക്കുവാനിടയുള്ളത് കൊണ്ട് വിദഗ്ധമായിട്ടുള്ള പരിശോധനകളൊക്കെ നടത്തും. എന്നാൽ മാരകമായിട്ടുള്ള അസുഖങ്ങളൊന്നും ഇല്ല. സാംക്രമിക രോഗങ്ങളായിരിക്കാം ചിലർക്ക്, ചിലർക്ക് പകർച്ചവ്യാധിയുടെ ബാക്കി ഭാഗമായിരിക്കാം. എന്തായാലും ദേഹത്തിനൊരു പ്രതിരോധ ശക്തി കുറയും. ഇതിന്റെ വെളിച്ചത്തിൽ വ്യായാമത്തിന് പ്രാധാന്യം നൽകണം. ഭക്ഷണ ക്രമീകരണങ്ങളിൽ വളരെ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. ഒരുപക്ഷെ ചിലർക്ക് ഹോമിയോ, ആയുർവേദ, പ്രകൃതി ചികിത്സകളെല്ലാം തുടങ്ങി വയ്ക്കുവാനും സാധ്യത പോലും കാണുന്നതുമുണ്ട്. പണം കടം കൊടുത്താൽ തിരിച്ചു ലഭിക്കുകയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പലപ്പോഴും പലരുടെയും ആശയങ്ങളിൽ നിന്നും പിന്മാറുന്നത് ഏതു പ്രകാരത്തിലും നന്നായിരിക്കും. വേറെ ചിലർക്ക് ജോലി ഉപേക്ഷിച്ച് ബിസിനസ്സിൽ ഏർപ്പെട്ടാലോ എന്ന പല ചിന്തകളും ഉണ്ടാകുമെങ്കിലും മാതാപിതാക്കളുടെ നിർബന്ധപ്രകാരം ജീവിത പങ്കാളിയുടെ ആശയം അവലംബിക്കുന്നതിന്റെ വെളിച്ചത്തിൽ, പരിഗണിക്കുന്നതിന്റെ വെളിച്ചത്തിൽ തൽക്കാലത്തേക്ക് ജോലി ഉപേക്ഷിക്കുക എന്ന തീരുമാനത്തിൽ നിന്നും പിന്മാറുവാനുള്ള സാധ്യത പോലും കാണുന്നതുമുണ്ട്. അമിത വേഗതയിലുള്ള വാഹന ഉപയോഗം, അസമയങ്ങളിൽ ഉറക്കൊഴിച്ചുള്ള യാത്ര, ഇവയൊക്കെ തന്നെ പുണ്യതീർത്ഥയാത്രകളായാലും വേണ്ടില്ല, വിനോദയാത്രകളായാലെങ്കിലും വേണ്ടില്ല, ഈ വക കാര്യങ്ങളിൽ നിന്നെല്ലാം തന്നെ പരമാവധി പിന്മാറുന്നത് ഏതു പ്രകാരത്തിലും നന്നായിരിക്കും. ഔദ്യോഗികമായിട്ടുള്ള മേഖലയിൽ സ്ഥാനക്കയറ്റം ലഭിക്കുമെങ്കിൽ പോലും ഏറ്റവും ബുദ്ധിമുട്ടുള്ള വിഭാഗത്തിലേക്കായിരിക്കും മാറ്റം ലഭിക്കുവാനുള്ള സാധ്യത ഉള്ളത്. വികസിത രാഷ്ട്രത്തിൽ താമസിക്കുന്നവർക്ക് ജീവിത ചെലവ് അനുദിനം വർദ്ധിച്ചു വരുന്നതിന്റെ വെളിച്ചത്തിൽ മറ്റ് വികസിത രാഷ്ട്രത്തിലേക്ക് അപേക്ഷകൾ നൽകുവാനും തീർത്തും അവിചാരിതമായിട്ടൊരവസരം വന്നു ചേരുവാനും ഇടയുണ്ട്. പലപ്പോഴും പ്രായോഗിക വിജ്ഞാനം പ്രവർത്തനക്ഷമതയ്ക്ക് വഴിയൊരുക്കുവാൻ സാധ്യത കാണുന്നു. ചെയ്യാത്ത കുറ്റത്തിന് അപരാധം കേൾക്കുവാനിടവരുമെങ്കിൽ പോലും സത്യാവസ്ഥകൾ ബോധിപ്പിക്കുന്നത് വഴി കുറ്റവിമുക്തമാക്കുവാനുള്ള സാധ്യത, കുറ്റവിമുക്തനാകുവാനുള്ള സാധ്യത പോലും കാണുന്നതുമുണ്ട്. ആർഭാടങ്ങൾക്ക് മക്കൾക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. അവധി ലഭിക്കാൻ സാധ്യതകൾ വളരെ കുറവുള്ളത് കൊണ്ട് ഓണക്കാലത്തിനോടനുബന്ധമായി ജന്മനാട്ടിലേക്ക് പോകാൻ സാധിക്കുകയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മാതാപിതാക്കളെ നിലവിലുള്ള ഗൃഹത്തിലേക്ക് കൊണ്ടുവരുവാനുള്ള തീരുമാനം കൈക്കൊള്ളുവാനും അതിന് വേണ്ട ഏർപ്പാടുകളൊക്കെ ചെയ്യുവാൻ ഇടയുണ്ട്. ഉത്തരവാദിത്വങ്ങൾ മറ്റൊരാളെ ഏൽപ്പിച്ചാൽ അബദ്ധമായി തീരുവാനിടയുണ്ട്. യാഥാർത്ഥ്യങ്ങളോട് പൊരുത്തപ്പെട്ട് ജീവിക്കാൻ തയ്യാറാകുന്നത് ഭാവിയിലേക്ക് ഗുണകരമായി തീരും. അറിവും കഴിവും പ്രാപ്തിയും ഉള്ളവർക്ക് അവസരങ്ങൾ വളരെ കുറയും. എന്നാൽ മറ്റുള്ളവർക്ക് അവസരങ്ങൾ ഉണ്ടായാൽ പോലും അത് വേണ്ട വിധത്തിൽ പ്രകാശിപ്പിക്കാനോ പ്രദർശിപ്പിക്കാനോ ലക്ഷ്യപ്രാപ്തിയിൽ എത്തിക്കുവാനോ സാധിക്കുക വളരെ കുറവായിരിക്കും. ശമ്പളം കൊടുക്കുവാനായിട്ട് ഈ ഒരു മാസം സ്വല്പം സാമ്പത്തികമായിട്ടുള്ള കടം വാങ്ങേണ്ടതായ സാഹചര്യങ്ങൾക്ക് യോഗം കാണുന്നുണ്ട്. ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തന്നെ സ്വന്തം നിലയിൽ നേട്ടമൊന്നുമില്ലെങ്കിലും മറ്റുള്ളവർക്ക് മാതൃകാപരമായി തീരാനാണ് യോഗം കാണുന്നത്. കാർഷിക വിളകളിൽ അനുകൂലമായുള്ള വിജയം കൈവരിക്കാനിടയുണ്ട്. മംഗളവേളകളിൽ വെച്ച് പുതിയ സ്നേഹബന്ധം ഉടലെടുക്കുവാൻ സാധ്യത കാണുന്നു. സഹപാഠികളോടൊപ്പം ഉപരിപഠനത്തിന് അവസരങ്ങൾ വന്നു ചേരും. അമിത ആഹ്ലാദമാവുന്നതും ഒഴിവാക്കുന്നത് നന്നായിരിക്കും. ഏറ്റെടുത്ത ദൗത്യം പൂർത്തീകരിക്കുന്നതിന്റെ ഭാഗമായിട്ട് അഹോരാത്ര പ്രവർത്തനം, ശനി ഞായർ എന്ന ദിവസങ്ങളിൽ വിഹംഗവീക്ഷണം, മേൽനോട്ടം വഹിക്കുക, ഇതിനെല്ലാം ഉപരിയായിട്ട് സഹപ്രവർത്തകരുടെയും മേലുദ്യോഗസ്ഥന്റെയും ജോലികളെല്ലാം ഏറ്റെടുക്കുക. ഏത് പ്രകാരത്തിലും കുടുംബാംഗങ്ങളുടെ കാര്യങ്ങളൊന്നും തന്നെ ഈ മാസത്തിൽ നിർവഹിക്കാൻ സാധിക്കുക വളരെ കുറവായിരിക്കും. മാതാപിതാക്കളെല്ലാം തന്നെ ധരിപ്പിക്കേണ്ടതുമാണ്.
ഒരുപക്ഷെ ഗൃഹത്തിൽ നിന്നും വിട്ടുനിന്ന് ഈ ഒരു മാസം പൂർണ്ണമായിട്ടും ജോലി ചെയ്യേണ്ടതായ സാഹചര്യങ്ങൾ പോലും ഉണ്ടായിത്തീരുവാൻ ഇടയുണ്ട്. പുനരധിവാസത്തിന് പലപ്പോഴും പരിശ്രമിക്കുമെങ്കിൽ പോലും അകാരണമായുള്ള കാലതാമസവും തടസ്സങ്ങളും ഉണ്ടാകുന്നത് പ്രകൃതി നിയമമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആശ്വസിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുവാനിടയുണ്ട്. പലപ്പോഴും ആരോഗ്യ സംരക്ഷണത്തിന്റെ ഭാഗമായിട്ട് ഭക്ഷണ ക്രമീകരണങ്ങൾ വേണ്ടി വരുവാനും ദുശീലങ്ങൾ ഉപേക്ഷിക്കേണ്ടതായ സാധ്യതകൾ പോലും കാണുന്നുണ്ട്. പൗരാണിക സമ്പ്രദായവും ആധുനിക സംവിധാനവും ഭാരതീയ ശാസ്ത്രശാഖകള് കൈകാര്യം ചെയ്യുന്ന പലർക്കെല്ലാം തന്നെ അനുകൂലമായിട്ടുള്ള അവസരങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. കലാ, സാഹിത്യം, കായികം എന്നീ മേഖല പ്രവർത്തിക്കുന്നവർക്ക് അർദ്ധമനസ്സോടുകൂടിയാണെങ്കിൽ പോലും പരിശീലനത്തിന് തുടക്കം കുറിക്കാൻ അവസരം വന്നു ചേരും. ഗർഭിണികൾക്ക് ഈ ഒരാഴ്ച, ഈ ഒരു മാസത്തിൽ വിശ്രമം വേണ്ടി വരുവാനാണ് യോഗം കാണുന്നത്. അവസ്ഥാഭേദങ്ങൾക്കനുസരിച്ച് എല്ലാ കാര്യങ്ങളിലും നിയന്ത്രണം, ആത്മസംയമനം പാലിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. എല്ലാ കാര്യങ്ങളിലും ക്ഷമ, ആദരവ് മുതലായവയൊക്കെ തന്നെ അവലംബിക്കുന്നതിന്റെ വെളിച്ചത്തിൽ ഏറെക്കുറെ തൃപ്തികരമായിട്ടുള്ള സമീപനം എല്ലാ മേഖലകളിലും വന്നു ചേരുവാൻ യോഗം കാണുന്നുണ്ട്. പൂരാടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ജൂലൈ മാസത്തിൽ ഉത്തരവാദിത്വങ്ങൾ അതിന്റെ മൂല്യത്തോടുകൂടി അവലംബിക്കുന്നതിന്റെ വെളിച്ചത്തിൽ മേലധികാരികളിൽ നിന്നും അതിനെല്ലാം ഉപരിയായിട്ട് ഉടമസ്ഥരിൽ നിന്നും അനുമോദനങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. ഉദ്യോഗത്തിനോട് ബന്ധപ്പെട്ട പരിശീലനത്തിന്റെ ഭാഗമായിട്ട് 6 മാസത്തേക്ക് മാസത്തിൽ ഒരിക്കൽ വന്നു പോകാൻ തക്കവണ്ണം ദൂരദേശത്ത് താമസിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ഗൃഹപ്രവേശന കർമ്മം നിർവഹിക്കാൻ പൂർണ്ണമായി സജ്ജമാകുമെങ്കിൽ പോലും ബന്ധുമിത്രാദികളുടെ ആവശ്യപ്രകാരം ഓണക്കാലത്തിനോടനുബന്ധമായി മാറ്റിവെക്കുവാൻ സാധ്യത കാണുന്നുണ്ട്. നിശ്ചയിച്ച പല കാര്യങ്ങൾക്കും പ്രാഥമികമായിട്ടുള്ള തടസ്സങ്ങൾ അനുഭവപ്പെടുമെങ്കിൽ പോലും അഹോരാത്രം പ്രവർത്തിക്കുന്നത് വഴി ലക്ഷ്യപ്രാപ്തിയിലെത്തിക്കാൻ സാധിക്കുന്നതുമാണ്. വരവും ചെലവും തുല്യമായിരിക്കുവാനാണ് യോഗം കാണുന്നത്. വ്യാവസായികമായിട്ടുള്ള മേഖലകളെല്ലാം വിൽപ്പന ചെയ്ത് വ്യാപാര മേഖല ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ തീരുമാനിക്കും. ആധ്യാത്മിക ആത്മീയ പ്രഭാഷണങ്ങൾ മനസ്സമാധാനത്തിന് വഴിയൊരുക്കുവാൻ യോഗം കാണുന്നുണ്ട്. വിട്ടുവീഴ്ച മനോഭാവത്താൽ സംയുക്ത സംരംഭങ്ങളിൽ നിന്നും പിന്മാറി സ്വന്തമായ കർമ്മമണ്ഡലങ്ങൾക്ക് രൂപകൽപ്പന ചെയ്യുവാൻ സാധ്യത കാണുന്നുണ്ട്. പ്രാദേശിക പിന്തുണ ലഭിച്ചതിനാൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ സജീവമായി പ്രവർത്തിക്കാൻ യോഗം കാണുന്നു. പലപ്പോഴും ജീവിത പങ്കാളിയുടെ ആശയങ്ങൾ ഭാവിയിലേക്ക് സുരക്ഷിതത്വമുള്ളതായതുകൊണ്ട് സർവാത്മന സ്വീകരിക്കാൻ യോഗം കാണുന്നുണ്ട്. സ്വപ്ന സാക്ഷാത്കാരത്താൽ ആത്മനിർവൃതിക്ക് യോഗം കാണുന്നു. വാതനാഡീ രോഗപീഠകൾക്ക് യോഗയും പ്രാണായാമവും അതിലുപരി ആയുർവേദ പ്രകൃതി ചികിത്സ എല്ലാം തുടക്കം കുറിക്കാൻ സാധ്യത കാണുന്നു. പലപ്പോഴും ഔചിത്യമുള്ള സമീപന ശൈലി സർവാദരങ്ങൾക്കും വഴിയൊരുക്കുവാൻ യോഗം കാണുന്നുണ്ട്. സമചിത്തതയോടുകൂടിയതായിട്ടുള്ള സമീപന ശൈലി മക്കൾക്ക് തന്റെ മാനസികമായിട്ടുള്ള അവസ്ഥകളെക്കാൾ കൂടുതൽ സമചിത്തതയോടുകൂടിയ സമീപന ശൈലി ഉണ്ടാകുന്നത് വഴി കൃതാർത്ഥതയും സമാധാനവും ഉണ്ടായിത്തീരും. വ്യാപാര, വിപണന, വിതരണ മേഖലകളോട് ബന്ധപ്പെട്ട ചർച്ചകളും യാത്രകളൊക്കെ തന്നെ പ്രാരംഭത്തിൽ നിഷ്ഫലമാകുമോ എന്ന ആശങ്ക ഉണ്ടാകുമെങ്കിൽ പോലും പിന്നീട് ചെന്ന് കണ്ട് ആശയങ്ങളെല്ലാം അവലംബിക്കുന്നതിന്റെ വെളിച്ചത്തിൽ അന്തിമമായിട്ട് നേട്ടം വന്നു ചേരുവാൻ ഇടയുണ്ട്. പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് സർവാത്മന സഹകരിക്കുന്നത് വഴി ആശ്വാസവും സമാധാനവും എല്ലാ പ്രകാരത്തിലും വന്നു ചേരുവാനിടയുണ്ട്. അർത്ഥപൂർണമായുള്ള ആശയങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള അവസരങ്ങൾ വന്നു ചേരും. നിഷ്ക്രിയരായ ജോലിക്കാരെ പിരിച്ചുവിട്ട് ഉത്സാഹികളായ ഉദ്യോഗസ്ഥരെ നിയമിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു. ലളിതമായിട്ടുള്ള പ്രവർത്തന ശൈലിയാണ് എങ്കിൽ പോലും ഈ ഒരു മാസത്തിൽ കൂടുതൽ സമയം പ്രയത്നിക്കേണ്ടതായ സാഹചര്യങ്ങൾക്കാണ് സാധ്യത കാണുന്നത്. ഉത്തേജന മരുന്നുകൾ ഉപേക്ഷിച്ച് പ്രകൃതി ജീവൻ ഔഷധ രീതികളും ഭക്ഷണ ക്രമീകരണങ്ങളും അവലംബിക്കുന്നത് വഴി
മനസ്സിന് ആശ്വാസമേകുന്ന ഘടകങ്ങൾ വന്നു ചേരുവാനിടയുണ്ട്. ഊഹക്കച്ചവടത്തിൽ നിന്നും യുക്തിപൂർവ്വം പിന്മാറുന്നത് ഏതു പ്രകാരത്തിലും നന്നായിരിക്കും. ബന്ധുമിത്രാദികളുടെ ആവശ്യങ്ങൾ പരിഗണിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഒരുപക്ഷെ അവരോടൊപ്പം അവരെയും നയിച്ചുകൊണ്ട് പുണ്യതീർത്ഥ ആരാധനാലയ ദർശനം നടത്തുവാനുള്ള സാധ്യത കാണുന്നുണ്ട്. വാക്കും പ്രവൃത്തിയും ഫലപ്രദമാക്കി തീർക്കുവാൻ ശനി ഞായർ എന്നീ ദിവസങ്ങളിൽ പോലും ജോലി ചെയ്യേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. പ്രതികാര ബുദ്ധിയോടുകൂടിയതായിട്ടുള്ള ബന്ധുമിത്രാദികളുടെ പ്രവർത്തനങ്ങൾക്ക് അവർക്ക് തന്നെ കോട്ടമുണ്ടാകുന്നതിന്റെ വെളിച്ചത്തിൽ സ്വല്പം ആശ്വാസം, അതിലുപരി അവരെ സാന്ത്വനം നൽകുവാൻ അവസരമുണ്ടായി തീരുവാനിടയുണ്ട്. ഗുരുകാരണവന്മാരുടെ അനുഗ്രഹാശിസ്സുകളോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം അനുകൂലമായിട്ടുള്ള വിജയം കൈവരിക്കാൻ സാധ്യത കാണുന്നു. വികസിത രാഷ്ട്രത്തിലേക്ക് സ്ഥിരം താമസിക്കുവാനുള്ള ഒരു അനുമതികൾക്ക് പ്രാരംഭത്തിൽ തടസ്സങ്ങളോ നിരസിക്കപ്പെടുന്ന അവസ്ഥയുണ്ടാകുമെങ്കിൽ പോലും ആദ്യ സമർപ്പിക്കുന്നതിന്റെ വെളിച്ചത്തിൽ, പുനഃസമർപ്പണം നടത്തുന്നതിന്റെ വെളിച്ചത്തിൽ സ്വീകാര്യത പോലും കാണുന്നതുമുണ്ട്. എല്ലാ കാര്യങ്ങൾക്കും മാനസികമായിട്ടും തൊഴിൽപരമായിട്ടും ദേഹപരമായിട്ടുള്ള അസ്വാസ്ഥ്യങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിൽ പോലും എല്ലാ കാര്യങ്ങളും വളരെ ശ്രദ്ധയോടുകൂടിയും ഈശ്വര പ്രാർത്ഥനകളോടുകൂടിയും ആത്മാർത്ഥമായിട്ടും കാര്യങ്ങളെല്ലാം കാര്യഗൗരവത്തോടുകൂടി ചിന്തിച്ച് പ്രവർത്തിക്കുന്നത് വഴിയും എല്ലാം ഏറെക്കുറെ തൃപ്തികരമായിട്ടുള്ള രീതിയിൽ പൂരാടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ജൂലൈ മാസത്തിൽ അനുഭവയോഗ്യമാകുവാനിടയുണ്ട്. നമസ്കാരം.